Arnab Goswami, the nation wants to know, and we want you to hear. At least for once. ഞങ്ങൾ മലയാളികൾക്ക് നാണം കുറച്ച് കുറവാണ്, പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ. ഞങ്ങളുടെ ഇടയിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാണ്ട് അന്യോന്യം സ്നേഹിക്കാൻ അറിയാം. അതായത് കോഴിക്കോട്ട് ഭാഷയെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഹബത്തിൽ ജീവിക്കാൻ അറിയാം. അതിന് അങ്ങനെ ജീവിക്കാൻ അറിയുന്നതിന് ഞങ്ങൾക്ക് നാണം ലേശം കുറവാണ്. പിന്നെ ഞങ്ങളെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പബ്ലിക് ടെലിവിഷനിൽ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ചുരുട്ടിയ മുഷ്ടിയും അറ്റ്ലീസ്റ്റ് ഒരു ചുളിഞ്ഞ നെറ്റിയെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു നാണുമില്ല. ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കൾക്ക് പള്ളിയിൽ കിടന്നുറങ്ങാനും മുസ്ലിങ്ങൾക്ക് അമ്പലപരിസരത്ത് നിസ്കരിക്കാനും കുറച്ച് നാണം കുറവാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികളാണ്. പിന്നെ അന്നെ പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പരത്തി നാട്ടുകാരെ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഇങ്ങനെ പറയാനുള്ള കഴിവ് ഞങ്ങൾക്ക് കുറച്ച് കുറവാണ്. ഇതങ്ങോട്ട് ഞങ്ങൾ സഹിച്ച് ആ കഴിവ് ഞങ്ങൾക്ക് ഇല്ലാത്തതിന് ഞങ്ങൾക്ക് നാണം ലേശം കുറവാണ്. പിന്നെ ഞങ്ങളെ നാട്ടിൽ ചുണക്കുട്ടികളായ TV ആങ്കർമാരുണ്ട്. ഈ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓല് പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ്, ഓല് ക്ലാസ് കയറിയിരിക്കുന്നത് നല്ലതാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചു വരുത്തുന്ന അതിഥികളോട് എങ്ങനെ പെരുമാറണം, അവര് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം, അവര് സംസാരിക്കുന്നത് കേൾക്കണം, മനസ്സിലാക്കണം. അങ്ങനെയാണ് ഒരാൾ TV ആങ്കർ ആവുക. അങ്ങനത്തെ നല്ല ചുണക്കുട്ടികളായിട്ടുള്ള TV ആങ്കർമാർ ഞങ്ങളെ കേരളത്തിലുണ്ട്. പിന്നെ അല്ലാണ്ട് അന്നമാതിരി ഇങ്ങനെ വീട്ടിലേക്ക് ആൾക്കാരെ വിളിച്ചിട്ട് ഈ ആണെങ്കിൽ ബീഫ് ചില്ലി തിന്നും ചെയ്യും, നാട്ടുകാർക്ക് തീട്ടം വിളമ്പും ചെയ്യും. അങ്ങനത്തെ സ്വഭാവം ഞങ്ങൾ മലയാളികളുടെ ഇടയിൽ ഇല്ല തന്നെ. മനസ്സിലാവുണ്ടോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കളിയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ എനിക്ക് എൻ്റെ റിപ്പബ്ലിക് TVക്ക് വേണ്ടിയിട്ട് TV ആങ്കർമാരെ കിട്ടാണ്ടിരിക്കും കേരളത്തിൽ. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഒരു ചോയ്സേ ഉണ്ടാവും. എന്താക്കൂ, ഈ മുണ്ടെടുത്തിട്ട് ഞങ്ങളെ കേരളത്തിലേക്ക് വരേണ്ടി വരും, ഈ എന്നെ ന്യൂസൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുണ്ടോ? മനസ്സിലെങ്ങനെ ആവാനല്ലേ? എനിക്ക് മലയാളം അറിഞ്ഞൂടാ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷ് പറയാം. എന്താ ഇംഗ്ലീഷ് കേൾക്ക്. It is not us, Mr. Goswami, who are shameless. It is you. And I'll tell you why. And I'll tell you why in your own language. You, Mr. Goswami, is a disgrace to journalism. Your anchoring antics are more like someone doing a pole dance in a temple. You have absolutely no idea what a conversation can be, should be, could be. You don't know the power of letting other people speak and you remaining silent and listening. And when you call someone else shameless, we want you to go and look in the mirror. And there, what you see is now what we call a journalist pervert preying on underaged truth. I'll repeat that. A journalist pervert preying on underaged truth. Mr. Goswami, you just don't realize how incompetent you are. Yeah. Because competence in today's world comes from fairness, from diversity, from inclusion, and then from the ability to listen. It comes from a big heart that listens to those silent waves trapped in the masses. It comes from that. And for your information, competence is not having a heart that will only beat when you hear your voice. You cannot hear. You cannot hear. You cannot hear, and I repeat you cannot hear. Forget about listening. You cannot hear.
You ask your guests to talk, and then in the same breath, you ask them to shut up. And I look at your show, and I watch your show, and I ask, damn, make up your mind, dude. Talk or shut up. And I'm sure that time is not far away when someone is going to ask you, damn, Arnab, make up your mind. You want us to talk or you want us to shut up? You're such a circus clown, you know that? I mean, you should be ashamed. You, Arnab Goswami, you should be ashamed. You're just a deaf blabberer masquerading as a TV anchor. And this is just for your information. Because you said we Keralites are a shameless bunch. And you know what you did? Just by showing your hatred, you made more than half, the majority of India, Keralites. Just because you have a TRP doesn't mean that people agree with you. And I think, if you continue this thing, there is something that we Keralites should do. And I would like to show you. I dressed up like this just because I could dress up similar to something how you do it. But we dress up, but we don't have a shame in removing it off. Just removing this, and this one. I'll show you. So, this is what we do. ഇതാണ്ടാ മലയാളി കോട്ടിട്ട് കഴിഞ്ഞാലും താഴ്ത്ത് ലുങ്കി ഉണ്ടാവും ചിലപ്പോൾ, മനസ്സിലാവണ്ട? അതുകൊണ്ട് ഞങ്ങൾക്ക് നാണം ലേശം കുറവാണ്, ഇച്ചിരി കുറവാണ്. നമുക്ക് നാണം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരണ്ട, മനസ്സിലാവണ്ട? ഒരു റിപ്പബ്ലിക്കൻ TV. എടോ, വല്ലപ്പോഴൊക്കെ മര്യാദയ്ക്കുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യേ. കഷ്ടം. എന്നാലും ഞാൻ പറഞ്ഞ മാതിരി ചുണക്കുട്ടികളുണ്ട് TV ആങ്കർമാർ കേരളത്തിൽ. നമുക്ക് ക്ലാസ് എടുത്ത് തരുവാണെങ്കിൽ എന്നാ അങ്ങനെയാക്കാം. ശരി എന്നാ.